ദിനംപ്രതി 1000-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് എല്ലാ അർത്ഥത്തിലും ദുരിതങ്ങളുടെയും പരിമിതികളുടെയും ഒരു സ്റ്റാൻഡാണ്. നിലവിലത്തെ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയണമെന്ന് തുടങ്ങി നിരവധി ആവശ്യങ്ങളുണ്ട് തൃശൂരിൽ. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ജെയ്സൺ ചാവോളപ്പിൽ ചേരുന്നു തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്ന്. ഒപ്പം പി ബാലചന്ദ്രൻ MLA ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം ജെയ്സണിലേക്ക് പോകുന്നു. ജെയ്സൺ, കോഴിക്കോട് കണ്ട കാഴ്ച ഇതാ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി പുറത്തു പോകാതെ എല്ലാം അകത്ത് വീഴുന്ന രീതിയിലാണ് കോഴിക്കോട്ടെ അനാസ്ഥയുടെ ചിത്രം ഇപ്പോൾ സാനിയോ ചൂണ്ടിക്കാണിച്ചത്. എന്താണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ട കാഴ്ചകൾ? ഡിപ്പോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളമുണ്ട് തൃശ്ശൂരിൽ? അരുൺകുമാർ, തൃശ്ശൂർ ഡിപ്പോയിൽ ഒരു സംവിധാനങ്ങളുമില്ല എന്നതാണ് ഒറ്റ വാക്കിൽ പറയാവുന്നത്. പരിമിതികളുടെ വലിയൊരു കൂടാരമാണ് തൃശ്ശൂർ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ തന്നെ നിരവധി പരാതികൾ നൽകി കഴിഞ്ഞു. അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം അഴിമതിയുടെ കെട്ടിടമാണെങ്കിൽ ഇവിടെ ഒരു ശരിയായ രീതിയിൽ ഒരു കെട്ടിടം പോലുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് KSRTC. വാഹനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ കിടക്കേണ്ട സ്ഥിതിയാണ്. മറ്റ് സ്ഥലങ്ങളിൽ സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള സൗകര്യം പോലുമില്ല. ഏകദേശം തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ 3/4 മണിക്കൂറിലധികം ഈ KSRTC സ്റ്റാൻഡിൻ്റെ ഒരു വൈറ്റ്ല ജംഗ്ഷൻ്റെ സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ സ്ഥലം MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ തൃശ്ശൂരിലെ ഈ KSRTC സ്റ്റാൻഡ് ഒരു ദുരിത കേന്ദ്രമാണ് സത്യത്തിൽ. എന്താ അതിനൊരു പരിഹാരം? ഇതിലിപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മധ്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നിർവഹിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത്. മാത്രമല്ല 1700ഓളം ബസ്സുകൾ ഇവിടെ ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുന്നുണ്ട്. ഈ സ്റ്റേഷൻ്റെ പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ്. സ്ഥലപരിമിതി ഏറ്റവും കൂടുതൽ റഷുള്ള സമയത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒരു 3-4 പേര് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഇവിടെ ബസ് തട്ടി മരിച്ചിട്ടുണ്ട്. ബസ് പിന്നിലേക്ക് എടുക്കുമ്പോൾ നിരവധി അപകടങ്ങൾ, ബസ്സുകൾ പരസ്പരം കൂട്ടിമുട്ടി ഉണ്ടാവുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന് വഴികളില്ല, ഡ്രൈനേജ് ഇല്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ ബസ് സ്റ്റാൻഡ് പണിതതിന് ശേഷം യാതൊരു റിനോവേഷനും നടത്തിയിട്ടില്ല. അങ്ങനെ വളരെ വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിലൂടെയാണ് ബസ് സ്റ്റാൻഡ് കടന്നു പോകുന്നത്. പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ്. ഇപ്പോൾ MLAയുടെ ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കെട്ടിടത്തിൻ്റെ റിനോവേഷൻ നടത്താൻ മാത്രമേ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ ഇതിൻ്റെ എൻട്രൻസ് ഒന്നുകൂടി മറ്റ് തെക്ക് ഭാഗത്ത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടത്, നമ്മൾ ഇതിൽ കടക്കുന്നിടത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് പണിത് വെച്ചിരിക്കുകയാണ്. എത്രമാത്രം ദീർഘവീക്ഷണം ഇല്ലാതെയാണ് അത് പണിതിരിക്കുന്നത്? അല്ല, പെട്രോൾ പമ്പ് പണിതത് ബസ്സുകൾക്ക് ഫ്യൂവൽ നിറയ്ക്കാനും അതുപോലെ തന്നെ അന്യ വാഹനങ്ങൾക്ക് ഫ്യൂവൽ നിറയ്ക്കാനും ഒക്കെ സഹായകരമാകുമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ സ്ഥലപരിമിതി വളരെയുള്ള ഇവിടെ ഒരു പെട്രോൾ പമ്പ് വന്നതോടുകൂടി എൻട്രൻസ് ഒരു വഴി മാത്രമായി. 1700 ബസ്സുകൾ ഒരു വഴിക്ക് വന്ന് മറ്റൊരു വഴിക്ക് പോവുകയാണിപ്പോൾ. മറ്റത് 2 വഴിയിലൂടെയും ബസ് വന്നിരുന്നപ്പോൾ കൂടുതൽ കൺജഷൻ ഉണ്ടായിരുന്നു. കൺജഷൻ്റെ കാര്യത്തിലൊരു കുറവുണ്ട്. MLA എന്ന നിലയിൽ എന്ത് പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തുന്നത്? ഇപ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും ഈ അവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊന്ന് വന്ന് കാണുമ്പോൾ ഇത്രയൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ അരമണിക്കൂർ നിന്നാൽ അതീവ ദയനീയമായ അവസ്ഥയാണ്. ഏത് സമയത്തും അപകടത്തിൽ ആളുകൾ മരിക്കാം, വാഹനങ്ങൾ ഒരു അടി മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത സ്ഥിതി. എന്ത് പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്താൻ പറ്റുക? ജെയ്സൺ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തായാലും ഈ അടുത്ത ആഴ്ച തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് ഇവിടെ സന്ദർശിക്കുക മാത്രമല്ല MLA ഫണ്ടിൽ നിന്ന് 4 കോടിയോളം രൂപ, കൂടാതെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് പ്രത്യേക പരിഗണന നൽകി പരിരക്ഷിക്കേണ്ട സ്ഥലപരിമിതി അടക്കമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഭാഗത്തുള്ള യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കാവുന്നതാണ്. മാത്രമല്ല 1700ഓളം ബസ്സുകൾ വന്നു കയറുന്ന തൃശ്ശൂർ ഡിപ്പോയിൽ ഈ യാത്രക്കാർക്ക് എത്ര സീറ്റുകൾ ഉണ്ടിരിക്കാൻ അത് നമുക്കൊന്ന് എണ്ണി നോക്കിയാൽ തന്നെ അവിടുത്തെ പരിമിതി ബോധ്യപ്പെടുന്നതാണ്. അവിടെ യാത്രക്കാർക്ക് ഡീസൻ്റായി യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനം എന്താണ് തൃശ്ശൂർ ഡിപ്പോയിലുള്ളത്? അവിടെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള മുറി, അവരുടെ ശുചിമുറി സൗകര്യങ്ങൾ, അവിടെ അവരുടെ റിഫ്രഷ്മെൻറ്റ്, വാഹനം നിർത്തിയാൽ അടുത്ത വാഹനം നോക്കി പോകാനുള്ള ഒരു സംവിധാനം,
ഇതൊക്കെ തൃശ്ശൂരിൽ എത്രത്തോളം ഉണ്ട്? ഏറ്റവും കൂടുതൽ ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്ന ഡിപ്പോയിലൊന്നാണ് തൃശ്ശൂർ ഡിപ്പോ. ആ ഡിപ്പോയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ജെയ്സൺ ചവളപ്പിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ജെയ്സൺ, നമുക്കാദ്യം സീറ്റുകൾ എണ്ണി തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1700ഓളം ബസ്സുകളാണ് KSRTC ഡിപ്പോ തൃശ്ശൂരിൽ ഒരു ദിവസം വന്നു പോകുന്നത്. ആ ബസ്സുകൾ പിടിക്കാൻ വേണ്ടി യാത്രക്കാർ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം അശാസ്ത്രീയമായിട്ടാണ് ആ ബസ്സിൻ്റെ വെയിറ്റിംഗ് ഷെഡ്യൂൾ. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ നവീകരണമൊന്നും തൃശ്ശൂർ ഡിപ്പോയിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇപ്പോൾ നമുക്ക് MLAയും ഇവിടുത്തെ സ്റ്റാഫും ഉൾപ്പെടെയുള്ളവരുടെ താഴെ നിന്നും തുടങ്ങാം, ഭൂമിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തറയാണ് ഈ കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് എന്നിട്ട് മെറ്റൽ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ്. ആയിരക്കണക്കിന് ബസ്സുകൾ, 1700 ബസ്സുകൾ ഒരു ദിവസം വരുമ്പോൾ എത്ര യാത്രക്കാരുണ്ടാകുമെന്ന് നമുക്ക് സാമാന്യം കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത അത്ര യാത്രക്കാർ വരുന്ന ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ കുറച്ച് കസേരകളൊക്കെ ഇവിടേക്ക് അവർ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദിവസം എത്ര യാത്രക്കാർ വരും? ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ചോദിക്കും, ഇവിടെ അറൗണ്ട് എത്ര യാത്രക്കാരുണ്ടാവും? 5000 കൂടുതലല്ലേ? 50,000-ഓളം യാത്രക്കാർ വരുന്നുണ്ട്. അന്യ സംസ്ഥാനക്കാർ ഒരു ട്രെയിനും വന്നാൽ ഈ സ്റ്റാൻഡ് നിറയണ്. ഓരോ ട്രെയിൻ വരുമ്പോഴും സ്റ്റാൻഡ് നിറയണ്. രാത്രി ഇവിടെ വന്ന് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ക്രൗഡാണ് രാത്രി സമയങ്ങളിൽ. കാരണം വെച്ചാൽ അന്യ സംസ്ഥാനക്കാർക്ക് ഒരു ഹബ്ബാണ്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് കണ്ട അതീവ ദയനീയമാണ്. തറ പോലും നേരെയാക്കാത്ത ഒരു KSRTC ബസ് സ്റ്റാൻഡ്. ഇത്രയും മോശമായ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. ഒരു മെയിൻ്റനൻസും ഇല്ലാതെ എത്രയോ കാലമായി തുടങ്ങുന്നത്. ഏത് വർഷമാണ് പണിതുണ്ടാവുന്നത് ധാരണയുണ്ട് സാറേ? ഒരു 1970-ക്ക് മുമ്പ്, 70-ന്റെ സമയത്തായിരിക്കും. അതിനുശേഷം ഒരു മെയിൻ്റനൻസ് കൂടെ നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ചെറിയ ചെറിയ മെയിൻ്റനൻസുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ തറ പോലും നേരെ ചൊവ്വപ്പെടുത്തിട്ടില്ല. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കാറുണ്ട്. പക്ഷേ സ്ഥിരമായി ഒരു രീതിയിലുള്ള ഒരു വികസനം ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ 1/3 സ്ഥലമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്ത് ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ പ്രവർത്തനവും അവതാളത്തിലായ മട്ടാണ്. കാരണം ജോലിക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല, വണ്ടികൾക്ക് തന്നെ വന്നു പോകാനുള്ള സൗകര്യമില്ല. ഒരു ട്രെയിൻ നമ്മളിപ്പോൾ കാണുന്ന ക്യാമറ ദൃശ്യത്തിൽ കാണുന്നു മുകളിൽ നിന്ന് പൊട്ടി അടർന്ന് വീണിരിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് സീലിംഗിൽ നിന്ന്. ജേസൺ നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ. നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് ടോയ്ലറ്റിൽ നിന്ന് ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്ത് അടർന്നു വീണിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരാളുടെ തലയിൽ വീണിട്ടുണ്ടാവില്ലേ ഒരു പക്ഷേ? തീർച്ചയായും ഇത് KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇവർ തന്നെ ജീവനക്കാർ തന്നെ MLAയും പറഞ്ഞു കഴിഞ്ഞു, ഒരു ട്രെയിൻ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറങ്ങി ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ബസ് വന്ന് നിർത്തിയിട്ടിരിക്കുന്ന ടെർമിനലിന് തൊട്ട് മുൻപുള്ള സ്ഥലമാണ്. ഇവിടുന്നൊക്കെ ഈ കോൺക്രീറ്റ് പാളി അടർന്നു വീണതല്ലേ താഴേക്ക്? അത് ഒരു നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഡിസൈനിൽ അല്ല, തീർച്ചയായും കുമാർ, മുകളിലും പൊട്ടിപ്പൊളിഞ്ഞതാണ്, താഴെയും പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, തൃശ്ശൂരുള്ള ആളാണോ? എന്താ ഈ KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥ? ഞാൻ വല്ലപ്പോഴും വരുന്നുണ്ട്, അത്രയും അറിയാൻ പറ്റുന്നില്ല. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടെന്ന് തന്നെയുള്ളൂ. ശരിയാക്കണം, അത്രയും. MLAക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയണ്ടേ? ഈ വർഷം തന്നെ ഗതാഗത മന്ത്രി ഇത് നവീകരിക്കാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് നീക്കിവെക്കുന്ന പണവും ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ പണവും ചേർത്ത് ഈ ബഡ്ജറ്റിലും ചെറിയ അലൊക്കേഷൻ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അനുവദിക്കും. എൻ്റെ ഒന്നാമത്തെ സ്ട്രാറ്റജി ഈ സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ആളുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് KSRTC. വൈകിയാണെങ്കിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ജേസൺ, സുസ്ഥിര വികസന ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് കിട്ടിയ ഫണ്ട് ആശുപത്രി
ഓക്കെ. എന്തായാലും MLA അത് വളരെ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് നോക്കാം. വളരെ ദയനീയമായ അവസ്ഥയാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ നില. നേരത്തെ താഴ്ഭാഗം കാണിച്ചു, ഇപ്പോൾ മുകളിലത്തെ അവസ്ഥ കാണുക. ഒരു പെയിൻറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു 10-30 വർഷമൊക്കെയും ആയിട്ടുണ്ടാവില്ലേ? എന്താണ്, എത്ര കാലം ഉണ്ടാവും ഒരു പെയിൻറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്? മെയിൻ്റനൻസ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് സാറും പറഞ്ഞല്ലോ. മെയിൻ്റനൻസ് നടക്കുന്നത് മെയിൻ്റനൻസ് നടന്നിട്ട് വേണമല്ലോ അല്ലേ പെയിൻറ്റിംഗ് നടത്താൻ? അതെ. അതായത് മെയിൻ്റനൻസ് വളരെ അപൂർവമായി മാത്രം നടക്കും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകാവുന്നതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ഇപ്പോൾ മഴ വന്നതോടുകൂടി അത് വെള്ളം കിനിഞ്ഞിറങ്ങുന്നു. താഴെയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്. തൃശ്ശൂർ ഒരു സാംസ്കാരിക നഗരിയാണ്. വലിയ ഡെവലപ്മെൻറ്റുകൾ വരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട 10,000-കണക്കിന് ആളുകൾ, 1700 ബസ് ഒരു ദിവസം തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കയറിയാൽ സ്വാഭാവികമായിട്ടും ഒരു ബസ്സിൽ നിന്ന് ഒരു 20-30 പേരെങ്കിലും ഇറങ്ങി ഇവിടെ കയറുന്നുണ്ടെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ഇത് വളരെ അപകടം പിടിച്ചതാണ്. നോക്കൂ, കോഴിക്കോട് നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. മുകളിലത്തെ ആ പൊട്ടിപ്പൊളിച്ചിരിക്കുന്ന ഈ കോൺക്രീറ്റിന്റെ പാളികളിലൊക്കെ താഴേക്ക് തന്നെ വീഴില്ലേ? തീർച്ചയായും ഏത് സമയത്തും ഈ കോൺക്രീറ്റ് പാളികൾ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റാം. ഈ വാഹനങ്ങൾ ഇടിച്ച് നിരന്തരമായി പരിക്ക് പറ്റുന്നുണ്ട്. ഒരു സ്ഥലപരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർക്കുന്നത്. അതിനിടയിലാണ് ഒരു പെട്രോൾ പമ്പ് പണിത് വെച്ചിരിക്കുന്നത്. ആ പെട്രോൾ പമ്പ് പണിയുന്നതിൽ പോലും ഇല്ല എന്നതിൻ്റെ തെളിവാണ്. തീർച്ചയായും അതിനിപ്പുറത്ത് വെള്ളം കിനിഞ്ഞിറങ്ങി ഏതാണ്ട് ഇനിയും വീഴാൻ കാത്തു നിൽക്കുന്ന കോൺക്രീറ്റ് പാളികളാണ് ഇപ്പുറത്തുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ കെട്ടിടം അതീവ ശോചനീയമായ അവസ്ഥയിലായിട്ട് ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഇത് കാലം കുറേയായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ്. ആരും തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥയാണ്. അതിനിടയിലാണ് സ്ഥലപരിമിതി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പെട്രോൾ പമ്പ് പണിതോടുകൂടി KSRTC ബസ് സുഗമമായി കയറുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ പെട്രോൾ പമ്പ് വന്നതോടുകൂടി ആ വഴി കയറാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു KSRTC ബസ് ഇതിനകത്ത് കയറിയാൽ നിരനിരയായി ബ്ലോക്കാണ്. അതിനിടയിൽ ആളുകൾ പെട്ട് അപകടമുണ്ടാകുകയും മരിക്കുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാനില്ല. അവർ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ശുചിമുറികളുടെ അവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കൂ. നമുക്ക് തത്സമയം പ്രേക്ഷകരെ കാണിക്കാം. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ബസ് സ്റ്റാൻഡാണ് പ്രേക്ഷകർ കണ്ടത്. 1970-കളിൽ നിർമ്മിച്ച ഈ KSRTC സ്റ്റാൻഡിൽ കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ പ്രേക്ഷകർ കണ്ടതുപോലെ കോൺക്രീറ്റ് പാളികൾ ഏത് നിമിഷവും അടർന്ന് ആളുകളുടെ തലയിൽ വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള